സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടും കെടുകാര്യസ്ഥതയും കാരണം വിശ്വാസ്യത തകരുന്നുവെന്ന് രമേശ് ചെന്നിത്തല നിയമസഭയിൽ. സഹകരണ ബാങ്കുകളുടെ തകർച്ചയ്ക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ല. കരുവന്നൂർ CPM-ന്റേതായിരുന്നെങ്കിൽ മാവേലിക്കര ഭരണം കോൺഗ്രസ് ആയിരുന്നുവെന്നും രമേശ് ചെന്നിത്തല ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. കരുവന്നൂരിൽ നിക്ഷേപകർക്ക് 143 കോടി രൂപ തിരിച്ചു നൽകിയെന്ന് മന്ത്രി VN വാസവൻ മറുപടി നൽകി. പ്രതിസന്ധിയുണ്ടാകുമ്പോൾ തന്നെ നിക്ഷേപകന് തുക തിരിച്ചു നൽകാനാവുന്ന തരത്തിൽ നടപടികൾ തുടങ്ങിയെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ കുറെ കാലമായി പല ബാങ്കുകളിലും ഉണ്ടായിരിക്കുന്ന തകർച്ചയും ക്രമക്കേടുകളും അഴിമതിയും കാരണം ഇതിന്റെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ബാങ്കിലേക്ക് പണം ഇടുന്നില്ല, ഇട്ടവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. ഇതൊരു പല സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പരാതിയാണ്. അപ്പോൾ ഈ കാര്യത്തിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഓരോ സംഘങ്ങളിൽ നടത്തുന്ന ആളുകളുടെ കപ്പാസിറ്റി അനുസരിച്ചാണ്, അവരുടെ പ്രവർത്തന രീതിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് പല ബാങ്ക്, കരുവന്നൂർ ഉൾപ്പെടെ മാവേലിക്കര ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നതാണ്. പല ബാങ്കുകളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ ഉണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഒരു വിശ്വാസ്യത തകർന്നു എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് ഇത് പരിഹരിക്കാൻ ആവശ്യമായ എന്ത് നടപടിയാണ് സ്വീകരിക്കുക? ഫലപ്രദമായ പല നടപടികൾ സ്വീകരിച്ചതിന്റെ ഫലമായി കരുവന്നൂർ ബാങ്ക് ആണെങ്കിൽ 143.50 കോടി രൂപ നിക്ഷേപകർക്ക് മടക്കി കൊടുത്തിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇപ്പൊ പുതിയതായി കൊണ്ടുവന്ന നിയമത്തിൽ നിക്ഷേപ ഗ്യാരണ്ടി സ്കീം പുതിയതായി മുമ്പ് 2 ലക്ഷം രൂപ ലിക്വിഡേഷൻ പോകുന്ന സംഘത്തിനാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പൊ 5 ലക്ഷം രൂപ വെച്ച് ക്രൈസിസ് വരുമ്പോൾ തന്നെ ഒരു നിക്ഷേപം കൊടുക്കാനുള്ള ഇപ്പൊ ഉത്തരവായി കഴിഞ്ഞു. 2, മൂന്നാമത്തെ കാര്യം, നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്ന പുനരുദ്ധാരണ നിധി അതിപ്പോ രൂപം കൊടുത്ത് ഒരു സംഘം വൈബിളായ പ്രോജക്റ്റ് തന്നാൽ അവർക്ക് പണം കൊടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ നബാർഡിന്റെ ചെയർമാനെ കണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും സംഘങ്ങൾ പിന്നോക്കം പോകുന്നവരെ സഹായിക്കാൻ നബാർഡിന്റെ സഹായത്തോടുകൂടി പദ്ധതി ആവിഷ്കരിക്കാൻ കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്ത കൂടി അങ്ങേ അറിയിക്കുക.